അനാട്ടമി പ്രാക്ടിക്കൽ എക്സാമിന് ഒരു ഇമ്പോർട്ടന്റ് സ്റ്റേഷൻ ആണ് എംബ്രിയോളജി. എംബ്രിയോളജിയിൽ നമുക്ക് മോഡൽസ് വെക്കും. അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിത് പറയുന്നത്. ഫസ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ഫേസ്. അപ്പൊ ഫേസിൽ എഫ് ഉണ്ടല്ലോ, സോ ഡെവലപ്മെന്റ് ഓഫ് ഫേസ് സ്റ്റാർട്ട്സ് ബൈ 4th വീക്ക് ഓഫ് ജസ്റ്റേഷൻ. എഫ് 4th വീക്ക്, അങ്ങനെ ഓർക്കാം. ഇനി എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്? 5 പ്രോസസ്സുകളുണ്ട്. ആദ്യം ഒരു അൺപെയർഡ് ആയിട്ടുള്ള ഫ്രോണ്ടോ നേസൽ പ്രോസസ്, പിന്നെ പെയർഡ് ആയിട്ടുള്ള മാക്സിലറി പ്രോസസ്, അടുത്തത് പെയർഡ് ആയിട്ടുള്ള മാൻഡിബുലാർ പ്രോസസ്. ഇങ്ങനെ 5 പ്രോസസ്സിൽ നിന്നാണ് ഫേസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഈ 2 പ്രോസസ്, അതായത് ഫ്രോണ്ടോനേസൽ പ്രോസസ്സിന്റെയും മാക്സിലറി പ്രോസസ്സിന്റെയും ഇടയിലായിട്ട് ഒരു ഗ്രൂവ് ഫോം ചെയ്യും. ആ ഗ്രൂവ് എന്ത് ചെയ്യും? ഈ 2 പ്രോസസ്സുകളെ സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ 2 മാക്സിലറി പ്രോസസ് വിൽ ഫ്യൂസ് ഇൻ ദ മിഡ് ലൈൻ. മിഡ് ലൈനിൽ വന്ന് മീഡിയൽ നെയ്സൽ പ്രോസസ്സുമായിട്ട് ഫ്യൂസ് ചെയ്യും. ആ ഫ്യൂഷനിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടാവുമ്പോഴാണ് ക്ലെഫ്റ്റ് ലിപ്പായിട്ട് അത് മാറുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഫേറ്റ് ആണ് പറയുന്നത്. ഓരോ പ്രോസസ്സിനും എന്ത് സംഭവിക്കും? ആദ്യം ഫ്രോണ്ടോനേസൽ പ്രോസസ്, ആ പേരിലുള്ളത് പോലെ തന്നെ ഇറ്റ് വിൽ ഡെവലപ്പ് ഇൻ ടു ഫോർഹെഡ് ആൻഡ് നേസൽ ബ്രിഡ്ജ്. അടുത്ത മാക്സിലറി പ്രോസസ് ആണ് അപ്പർ ലിപ്പും ചീക്കും ഫോം ചെയ്യുന്നത്. അടുത്ത മാൻഡിബുലാർ പ്രോസസ് ആണ് ലോവർ ലിപ്പ് ആൻഡ് ലോവർ ജോ ഫോം ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 2 മാക്സിലറി പ്രോസസ് ഫ്യൂസ് ചെയ്യുന്ന, അതുപോലെ 2 മാൻഡിബുലാർ പ്രോസസ്സും മിഡ് ലൈനിൽ ഫ്യൂസ് ചെയ്യും. അപ്പോൾ ഡെവലപ്മെന്റ് ഓഫ് ഫേസിൽ ഉണ്ടാവുന്ന 2 അബ്നോർമാലിറ്റീസ് ആണ് ക്ലെഫ്റ്റ് ലിപ്പും ക്ലെഫ്റ്റ് പാലറ്റും.